പല ബന്ധങ്ങളിലും ജീവിത സാഹചര്യങ്ങളിലും ജോലി സ്ഥലത്തും നമ്മൾ അനുഭവിക്കുന്നൊരു പ്രശ്നമാണ് നമ്മുടെ ഈ അക്ഷമ എന്ന് പറയുന്നത്. നമുക്ക് ക്ഷമിക്കാൻ പലപ്പോഴും പറ്റുന്നില്ല. പല കാര്യങ്ങളും നമ്മളോട് പല ആൾക്കാരും ചെയ്യുന്നത് ക്ഷമിക്കത്തക്കതായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. അതായത് നമ്മുടെ ക്ഷമ നശിപ്പിക്കുന്ന, നമ്മുടെ ക്ഷമയുടെ നെല്ലിപ്പലക വരെ കാണിക്കുന്ന കാര്യങ്ങളാണ്. എന്നിരുന്നാലും ക്ഷമ എന്ന് പറയുന്നത് നല്ലൊരു സാധനമാണ്, നല്ലൊരു ടൂളാണ് ഒരു പരിധി വരെ. സോ ക്ഷമിക്കാൻ കഴിയാത്ത കാരണം കൊണ്ട് എത്രയോ പേര്, ഈ വീഡിയോ കാണുന്ന എത്രയോ പേര് അവരുടെ ജീവിതവും അവരുടെ ബന്ധങ്ങളും പലതും നശിപ്പിച്ചിട്ടുണ്ടായിരിക്കും. സോ ക്ഷമ എന്ന് പറയുന്നത് ആട്ടിൻ സൂപ്പിൻ്റെ ഫലം ചെയ്യുന്നു പറയുന്ന പോലെ തന്നെ നമുക്ക് എങ്ങനെ ക്ഷമ ഡെവലപ്പ് ചെയ്യാം, ഇല്ലാത്ത ക്ഷമ നമുക്ക് എങ്ങനെ ട്രെയിൻ ചെയ്തെടുക്കാം, അതിനുള്ള വഴികൾ എന്തൊക്കെയാണ്, ഇതാ 10 പ്രാക്ടിക്കൽ സ്റ്റെപ്സ്. ഒന്നാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഒരു വലിയ ലക്ഷ്യം നിങ്ങൾ സെറ്റ് ചെയ്യുന്നതിന് പകരം വളരെ ചെറിയ ഒരു ലക്ഷ്യം നിങ്ങൾ സെറ്റ് ചെയ്യുക. ഒരു ബുക്ക് നിങ്ങൾക്ക് ഇപ്പോൾ എഴുതണം എന്നുള്ളത് മുമ്പ് പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ്. ഒരു ബുക്ക് നിങ്ങൾക്ക് ഇപ്പോൾ എഴുതണം എന്ന് പറയുകയാണെങ്കിൽ മൊത്തത്തിൽ ഒരു ബുക്ക് ഒറ്റയടിക്ക് ഇരുന്ന് എഴുതി തീർക്കുന്നതിന് പകരം ഒരു ദിവസം നിങ്ങളൊരു 200 വേർഡ്സെങ്കിലും എഴുതാം, 2 പേജെങ്കിലും നിങ്ങൾക്ക് എഴുതാം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾക്ക് ക്ഷമയോടെ പോകാനുള്ളൊരു മെൻറ്റാലിറ്റി അവിടെ ഡെവലപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ക്ഷമയോടെ പതുക്കെ 200 വേർഡ്സ് ഓരോ ദിവസവും നിങ്ങൾ എഴുതി നിങ്ങൾ ലാസ്റ്റ് ആ ബുക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ പതിയെ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഭാരം നിങ്ങളുടെ തലയുടെ മുകളിലുള്ള പോലെ തോന്നില്ല. എന്നാൽ എല്ലാം കൂടി എടുത്ത് വെച്ചിട്ട് ഒരുമിച്ച് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ പ്രശ്നം ഉണ്ടാവുകയും ചെയ്യും. സോ ചെറുതിൽ നിന്ന് തുടങ്ങുക, ചെറിയ ഗോൾസുകൾ, ചെറിയ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുക, നേടിയെടുക്കുക, മുന്നോട്ട് പോവുക. ഇങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങൾക്കൊരു സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെൻറ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടാകുന്നുണ്ട്. അതായത് ഈ കാര്യം ഞാൻ നടത്തിയെടുത്തു, അടുത്ത ദിവസം നടത്തിയെടുത്തു. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് 1-2 ആഴ്ച കഴിയുമ്പോൾ നമ്മൾ തിരിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് കുറേ പേജസ് നമ്മൾ എഴുതി കഴിഞ്ഞിരിക്കുന്നു. സോ ബുക്ക് നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. സോ അത് നമുക്കൊരു ഒരു എനർജി, ഒരു മോട്ടിവേഷൻ, ഒരു കോൺഫിഡൻസ് ഒക്കെ നൽകുന്ന കാര്യമാണ്. ഇനിയും നമുക്കതുപോലെ മുന്നോട്ട് പോകാം. നമുക്ക് ഒരു കോൺഫിഡൻസ് വരികയാണല്ലോ നമുക്കവിടെ. ഇനിയും നമുക്കത് മുന്നോട്ട് കൊണ്ടുപോയി നമ്മൾ അധികം വൈകാതെ ഈ ബുക്ക് നമ്മൾ എൻഡ് ചെയ്യും. സോ എന്തുണ്ടായി? ആ ക്ഷമയാണ് നിങ്ങളവിടെ മുന്നോട്ട് എത്തിച്ചത്. നിങ്ങൾ തുടങ്ങില്ല, തുടങ്ങിയ 2 പേജ് എഴുതി നിങ്ങൾ നിർത്തി. കാരണം എന്താ? നിങ്ങൾക്ക് ക്ഷമയില്ല. നിങ്ങൾ ക്ഷമയോടെ മുന്നോട്ട് പോയപ്പോഴാണ് നിങ്ങൾക്കൊരു വലിയ റിസൾട്ട് ഉണ്ടായത്, അല്ലേ? അപ്പോൾ നിങ്ങൾ ഡെയിലി രാവിലെ എണീറ്റിട്ട് പല്ല് തേക്കുന്നുണ്ട്. പല്ല് തേക്കുന്ന നേരമൊക്കെ വേസ്റ്റാണ്, ഇത് എന്തോന്ന് തേങ്ങയാണ്, എനിക്ക് വയ്യ എന്ന് പറയുന്നുണ്ടോ? ഇല്ല, നിങ്ങൾ ക്ഷമയോടെ പല്ല് തേക്കുന്നുണ്ട്. ആ പല്ല് തേക്കുന്നതിൻ്റെ റിസൾട്ടാണ് നിങ്ങൾക്കിപ്പോൾ കിട്ടുന്നത്. അടുത്ത് 4 പേര് നിങ്ങളുടെ അടുത്ത് കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് ഡിസ്റ്റർബൻസ് ശല്യം ഇല്ലെങ്കിൽ, അത് നിങ്ങളുടെ ആ ഒരു ക്ഷമയുടെ റിസൾട്ടാണ്. ഇല്ലെങ്കിൽ അവരടുത്ത് ഒരു വായ്നാറ്റം കാരണം ഇല്ല. സോ നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും ക്ഷമയോടെ ചെയ്യുന്നതിൻ്റെ റിസൾട്ടാണ് നിങ്ങളിപ്പോൾ എൻജോയ് ചെയ്യുന്നത്. പറഞ്ഞു വരുന്നത് ചെറിയ മൈൽ സ്റ്റോണുകൾ നിങ്ങൾ അച്ചീവ് ചെയ്ത് മുന്നോട്ട് പോവുക. വലിയ സ്വപ്നങ്ങൾ, വലിയ കാര്യങ്ങൾ വെക്കാതെ. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ക്ഷമ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. രണ്ടാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷനാണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളൊരു സിനിമ കാണാൻ പ്ലാൻ ചെയ്തിരിക്കുന്നു. അതായത് നമുക്ക് ഇന്ന ദിവസം പോകാൻ നിങ്ങളൊരു പ്ലാൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നു, ശരി സിനിമയ്ക്കൊക്കെ പോകാം, പക്ഷേ ഒരു കാര്യമുണ്ട്, എനിക്ക് ചെയ്യാനുള്ള ടാസ്കുകൾ, എൻ്റെ ജോലികൾ, അത് മാറ്റി വെച്ചുകൊണ്ട് ഞാൻ പോകില്ല. അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം, ജോലിയാകാം, നിങ്ങളുടെ ഹോംവർക്കായിരിക്കും, എന്തായിരിക്കാം, അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ സിനിമ കാണാൻ പോകൂ എന്ന് നിങ്ങളൊരു തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ ഗുണം എന്താണ്? നിങ്ങൾക്ക് കുറച്ച് സമയം കിട്ടുന്നുണ്ട്. എങ്ങനെ? ക്ഷമയോടെ നിങ്ങൾ ഇരിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ പ്രധാനപ്പെട്ട ജോലി നിങ്ങൾ തീർക്കുന്നുണ്ട്. നിങ്ങളുടെ പഠനമാണെങ്കിൽ പഠനം തീർക്കുന്നുണ്ട്. അസൈൻമെൻ്റ് ആണെങ്കിൽ അത് നിങ്ങൾ തീർക്കുന്നുണ്ട്. എന്താണോ നിങ്ങളുടെ ടാസ്ക്, ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നവരെ ക്ഷമയോടെ ഇരുന്നിട്ടാണ് നിങ്ങൾ സിനിമയ്ക്ക് പോകുന്നത്. സോ ഉടനെ നിങ്ങൾക്ക് ഒരു സിനിമയ്ക്ക് പോകണം എന്നുള്ളൊരു തോന്നൽ വന്നിട്ടുണ്ടെങ്കിൽ, അപ്പം ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് ചെയ്യേണ്ട ജോലികൾ ചെയ്യാനുണ്ടെങ്കിൽ അത് തീർക്കുന്നവരെ നിങ്ങൾ സിനിമയെക്കുറിച്ച് ചിന്തിക്കേണ്ട, അത് കഴിഞ്ഞിട്ട് പോകാം എന്നുള്ള സ്വയം തീരുമാനം നിങ്ങൾ എടുക്കുക. അങ്ങനെ എടുക്കുന്ന സമയത്ത് എന്താണ്? നിങ്ങളുടെ ക്ഷമ ഓട്ടോമാറ്റിക്കലി അവിടെ ബിൽഡ് ആവുകയാണ്. ക്ഷമ നിങ്ങൾക്ക് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങളെ തന്നെ ട്രെയിൻ ചെയ്തെടുക്കുകയാണ് ക്ഷമിക്കാൻ വേണ്ടിയിട്ട്. ഇതേ നടക്കുള്ളൂ. മറ്റൊരാൾക്ക് നിങ്ങളെ ക്ഷമിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ മേളിൽ ഇതുപോലുള്ള ഒരു ട്രെയിനിങ് നടത്തുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നിങ്ങളതിനകത്ത് വിജയിക്കും. മറ്റൊരാൾ ചെയ്യുമ്പോൾ അത് നമുക്കൊരു ഇമ്പോസിഷനാണെന്ന്, ചെയ്യടാ അല്ലെങ്കിൽ ചെയ്യടി എന്ന് പറയുന്നൊരു ഫീലാണ്, അല്ലേ? ഒരു അധികാരത്തിൻ്റെ ഒരു ഭാവം അവിടെ ഉണ്ടായിരിക്കും. നമ്മളോട് തന്നെ ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്രശ്നമേ ഇല്ല അവിടെ. ഇത് ഗുണം എന്താ ചോദിക്കുകയാണെങ്കിൽ, നമുക്ക് ഇമ്പൾസീവായിട്ട് പെട്ടെന്ന് നമുക്ക് എടുത്ത് ചാടിയിട്ടൊരു കാര്യം ചെയ്യണം എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിലുണ്ടാവില്ലേ, ആ സാധനത്തെ ഇല്ലാതെയാക്കും.
നമ്മൾ പെട്ടെന്ന് എടുത്ത് ചാടിയിട്ട് അബദ്ധ തീരുമാനങ്ങളുണ്ട് എടുക്കും അല്ലേ. പെട്ടെന്നൊരു സുപ്രഭാതത്തിലായിരിക്കും എനിക്ക് ബന്ധം പോരാ, എൻ്റെ പാർട്ട്ണർ പോരാ എന്ന് തോന്നിക്കൊണ്ട് ഡിവോഴ്സിന് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. ക്ഷമ ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ചിലപ്പോൾ അത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കണം എന്നില്ല. നമ്മൾ ഈ കോർട്ടിൽ ചെന്നിട്ട് കൗൺസിൽ ചെയ്യുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ അവർ തിരിച്ചറിയുന്നുണ്ട്, എന്നിട്ട് ഒരുമിച്ച് തിരിച്ചിട്ട് വീട്ടിലേക്ക് പോകുന്ന എത്രയോ കപ്പിൾസ് ഉണ്ട് അല്ലേ. അപ്പോൾ എന്താ സംഭവം? പെട്ടെന്നുള്ള എടുത്തുചാട്ടം. സോ ഇങ്ങനെയുള്ള ഒരു ഇമ്പൾസീവായിട്ടുള്ള ഡിസിഷൻ എടുക്കാതെ നമ്മളെ ഒന്ന് ക്ഷമയോടെ മുന്നോട്ട് കൊണ്ടുപോകാനും ഇത് നമ്മളെ പരിശീലിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വരണത്. സോ അങ്ങനെ ഡിസിപ്ലിനോട് കൂടി ലോങ് ടേമിലേക്കുള്ള ഗോൾസ് നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ അച്ചീവ് ചെയ്യാൻ പറ്റും ഈ ഒരു ക്ഷമ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ. മൂന്നാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പോസ് ബിഫോർ ആക്ഷനാണ്. അതായത് ബന്ധങ്ങളിലൊക്കെ നമുക്കറിയാൻ പറ്റും, പെട്ടെന്ന് നമ്മൾ എടുത്ത് ചാടി ബിഹേവ് ചെയ്യേണ്ട പല സിറ്റുവേഷൻസ് നമുക്കുണ്ടായിരിക്കും അല്ലേ. നമ്മളെ പ്രൊവോക്ക് ചെയ്യുന്ന, നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും റിലേഷൻസിൻ്റെ അകത്ത് നടക്കും. സോ ആ നടക്കുന്ന സമയത്ത് പ്രശ്നങ്ങൾ വഷളാവുന്നുണ്ട് തോന്നുകയാണെങ്കിൽ ഒരു 2-3 തവണ നിങ്ങളൊന്ന് ബ്രീത്ത് ചെയ്ത് വിടുക. എന്തിന്? ഒട്ടനടി നിങ്ങൾ റിയാക്ട് ചെയ്യുന്നതിന് പകരം ഒന്ന് പോസ് ചെയ്യുക. ഉടനെ നിങ്ങൾ റിയാക്ട് ചെയ്യേണ്ട, ഒരു പോസ് കൊടുക്കുക, കുറച്ച് നേരം നിങ്ങളൊരു ബ്രേക്ക് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, 2-3 വട്ടം നിങ്ങളൊന്ന് ശ്വാസം എടുത്ത് വിടുമ്പോൾ തന്നെ ചെറിയൊരു ഗ്യാപ്പ് അവിടെ കിട്ടിയില്ലേ. എന്നതിന് ശേഷം നിങ്ങൾ മിണ്ടി നോക്ക്, കുറച്ച് നിങ്ങളുടെ പവർ കുറഞ്ഞിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഓൺ ദ സ്പോട്ടിൽ റിയാക്ട് ചെയ്യണം എന്ന് വിചാരിച്ചാൽ ആ ഒരു സ്ട്രെങ്ത്തും ഉണ്ടായിരിക്കില്ല. അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ക്ഷമ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതുപോലുള്ള ക്രിട്ടിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാകും എന്ന് നമുക്ക് തോന്നുന്ന ഇത്തരം സാഹചര്യങ്ങളിൽ ക്ഷമ കൊണ്ട് ഗുണമുണ്ട് അല്ലേ. ഗുണമുണ്ട്. ആ ഗുണമുള്ളത് കൊണ്ട് കൂടിയാണ് നമ്മളിത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ കറക്റ്റ് സ്ഥലം അതാണെന്ന് പറയുന്നത്. അങ്ങനെ പോസ് ചെയ്തുകൊണ്ട് ഗുണം എന്താണ്? നിങ്ങൾക്ക് ആലോചിക്കാം, നിങ്ങളുടെ വാല്യൂസിന് ചേർന്നതാണോ, നിങ്ങൾ ഉദ്ദേശിച്ച കാര്യമാണോ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ല. നിങ്ങൾ പൊട്ടിത്തെറിക്കില്ല, മറ്റുള്ള ഒരാളുടെ അടുത്ത് ലിമിറ്റ് വിട്ട് ബഹളം വയ്ക്കുകയില്ല, വഴക്കിടില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരായിട്ടുള്ള ഒരു കാര്യമല്ലേ നിങ്ങളിപ്പോൾ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനും ആ ഒരു പോസ് അവിടെ ഗുണം ചെയ്യും. സോ പെട്ടെന്നുള്ള ആ സാധനം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു പരിപാടി, അതായത് ഒരു പോസ് ബിഫോർ ആക്ഷൻ, അത് നല്ലതാണ്. നാലാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻഗേജിങ് ലോങ് ടൈം പ്രൊജക്റ്റ്. അതായത് ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിനകത്ത് നിങ്ങൾ ഏർപ്പെടുക. നിങ്ങളുടെ ക്ഷമ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു അടുത്ത സ്റ്റെപ്പാണ്. അതായത് ഇപ്പോൾ ഒരു ഗാർഡനിങ് ഇന്നത്തെ കാലത്ത് കാണാൻ കിട്ടില്ല, എങ്കിലും ഒരു എക്സാമ്പിളിന് പറയുകയാണ്. ഇപ്പോൾ നമ്മൾ പൂന്തോട്ടം ഉണ്ടാക്കി വളർത്തി വലുതാക്കുന്നു നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത്. അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ചയും കൊണ്ടോ ഉണ്ടാകുന്നൊരു കാര്യമല്ല. കുറച്ച് സമയമെടുത്ത് വളർത്തി വലുതാക്കി എടുക്കേണ്ടുന്ന ഒരു പരിപാടിയാണ് അല്ലേ. ഓരോ ചെടികൾക്കും ഓരോ കാലമാണ്. സോ നിങ്ങളത് നടുന്നു, അതിൽ വെള്ളമൊഴിക്കുന്നു, വളമിടുന്നു, നിങ്ങളത് വളർത്തി വലുതാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ ഇടുന്നു. ഇത് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്? ഓട്ടോമാറ്റിക്കലി ആ ചെടി നട്ട് വളർത്തി വലുതാക്കി അത് കായ്ച്ചു അല്ലെങ്കിൽ പൂത്ത് അതിൽ നിന്ന് നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് വരുന്ന സമയത്ത്, ഫലം വരുന്ന സമയത്ത് എത്തുന്ന ആ ഒരു മൊമെൻറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾ ക്ഷമ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ കർഷകർക്ക്, കൃഷിക്കാർക്ക് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ക്ഷമ കുറച്ച് സാധാരണ ആൾക്കാരെക്കാൾ കുറച്ചുണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. എന്തുകൊണ്ടാണ്? അവരുടെ പണി അങ്ങനത്തതാണ്. ഇൻസ്റ്റൻ്റായിട്ട് ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു പരിപാടി അവിടെ ഇല്ല. അവർ നട്ട സാധനം അല്ലെങ്കിൽ വിതച്ച സാധനം കൊയ്യണമെങ്കിൽ ചിലപ്പോൾ 6 മാസം, 1 വർഷം അല്ലേ. ഇപ്പോൾ റബ്ബറൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റും അതിൻ്റെ കാലതാമസം എത്ര ഉണ്ട് അതിൽ നിന്ന് റിസൾട്ട് കിട്ടുക എന്നുള്ളത്. സോ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ക്ഷമ ഡെവലപ്പ് ചെയ്യുന്ന സാധനങ്ങളാണ്. മറ്റത് അങ്ങനെയല്ല. ഈ ഡേ ട്രേഡിംഗ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, ഇൻട്രാഡേ. അതായത് അപ്പം തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് ഏകദേശം തീരുമാനം അറിയാം അന്നത്തെ ദിവസം കൊണ്ട് തന്നെ അല്ലേ. മറ്റത് അങ്ങനെയല്ല, ലോങ് ടൈമിലേക്കാണ് ആ പരിപാടി നടക്കുന്നത്. സോ അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഭാഗമാകാൻ നിങ്ങൾ ശ്രമിക്കുക. അതായത് ഉടനെ റിസൾട്ട് കിട്ടുന്ന പരിപാടിയിലേക്കും ഇറങ്ങേണ്ടെന്നല്ല, അതോടൊപ്പം തന്നെ ലോങ് ടൈം പ്രൊജക്റ്റുകൾ നിങ്ങൾ കൊണ്ടുപോവുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ജിമ്മിൽ പോകുന്നത് ഇന്നോ നാളെയും കൊണ്ടോ അല്ലെങ്കിൽ അടുത്ത ആഴ്ച കൊണ്ടോ അടുത്ത മാസം കൊണ്ടോ ഉണ്ടാകുന്നതല്ല ഈ മസിൽസ് എന്ന് പറയുന്നത്. അത് ഉണ്ടാക്കാൻ ടൈം എടുക്കും. സോ ഇതുപോലുള്ളൊരു ലോങ് ടൈം പ്രൊജക്റ്റ് നിങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ക്ഷമ എന്ന് പറയുന്ന സാധനവും അതിൻ്റെ കൂടെ അടിപൊളിയായിട്ട് ഡെവലപ്പ് ആവും. ഇപ്പോൾ നല്ല മസിൽസൊക്കെ ഉള്ള ഒരാൾ, ഒരു മോഡലിനെ നിങ്ങൾ അല്ലെങ്കിൽ ഫിലിം ഫീൽഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്? അത്യാവശ്യം ക്ഷമയോടെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അയാൾ എന്നുള്ളതാണ് അല്ലേ. എന്ന് വെച്ചിട്ട് ക്ഷമയുടെ ഒരു മാതൃകാ രൂപമൊന്നുമല്ല. അയാളെ ഉറപ്പിച്ച് അയാളും തിരിച്ചടിക്കും, അത് വേറെ കാര്യം. പക്ഷേ ക്ഷമ എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി ആളിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. അത് അയാൾക്ക് പല സ്ഥലങ്ങളിൽ ഗുണം ചെയ്യും എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാം.
അങ്ങനെയാകുമ്പോൾ മാത്രമേ കൺസിസ്റ്റൻ്റായിട്ട് നമുക്കത് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പ്രവർത്തിക്കുമ്പോഴാണ് ലോങ് ടൈമിൽ നമുക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ. അങ്ങനെ കൺസിസ്റ്റൻ്റായിട്ട് പ്രവർത്തിക്കണമെങ്കിലും എന്ത് വേണം? ക്ഷമ വേണം. അപ്പോൾ ക്ഷമ ഓട്ടോമാറ്റിക്കലി ഡെവലപ്പ് ആയിക്കോളും. 5ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലിമിറ്റ് യുവർ മൾട്ടി ടാസ്കിങ് ആണ്. അതായത് ഒരേ സമയത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ട. അപ്പോൾ ഈ പറഞ്ഞ റിസൾട്ട് ഉണ്ടാവുകയില്ല, മാത്രമല്ല നിങ്ങൾക്ക് ക്ഷമയായിട്ട് ഡെവലപ്പ് ആവില്ല. കാരണം എല്ലാ കാര്യങ്ങളും മെയിൽ നോക്കുന്നു, വാട്സപ്പ് നോക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ടി വിയിൽ സിനിമ കാണുന്നു, എല്ലാം കൂടി ഒരുമിച്ച് വേണ്ട. ഒന്ന് കഴിഞ്ഞ് ഒന്ന്. അങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ ഫോക്കസ് കൂടും, നിങ്ങളുടെ ഏകാഗ്രത, ശ്രദ്ധ കൂടും, നിങ്ങൾ ഉദ്ദേശിച്ച റിസൾട്ടും കൂടും. മറ്റേതെല്ലാം കൂടി ചെയ്യുന്ന സമയത്ത് ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് ചിലപ്പോൾ ലാസ്റ്റ് എത്തിച്ചേർന്നിരിക്കും. അങ്ങനെ ആകാതിരിക്കാനാണ് ഇപ്പോൾ പറയണത്. അതായത് ഒരു സമയത്ത് ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് ഫുൾ അറ്റൻഷൻ അതിനകത്ത് കൊടുക്കാൻ പറ്റും. മാത്രമല്ല നിങ്ങളുടെ ക്ഷമയും അവിടെ ഡെവലപ്പ് ആവും. കാരണം ഒന്ന് കഴിഞ്ഞിട്ട് ശേഷം അടുത്തത് തുടങ്ങാൻ പറ്റുള്ളൂ. ക്ഷമയുടെ കാത്തിരുന്നേ പറ്റുള്ളൂ. മാത്രമല്ല നിങ്ങളുടെ ഈ സ്ട്രെസ് ലെവലൊക്കെ ഒരുപാട് കുറയും. മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന ആ ഒരു പരിപാടി ഒരുപാട് നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും. ഉള്ളതിനകത്തുള്ള ഫോക്കസ് നിങ്ങൾക്ക് ഒരുപാട് കൂട്ടാനും പറ്റും. അങ്ങനെ നിങ്ങളുടെ ക്വാളിറ്റിയും നിങ്ങളുടെ പേഷ്യൻസൊക്കെ കൂട്ടുന്നതിന് നല്ല സൂപ്പറായിട്ടുള്ളൊരു മെത്തേഡാണിത്. മൾട്ടി ടാസ്കിങ് പരമാവധി കുറയ്ക്കുക, ഒഴിവാക്കണം എന്നല്ല പറയണത്, കുറയ്ക്കുക പരമാവധി. 6ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്കെഡ്യൂൾ എ ഡേ, നോ റഷ്. ഡെയിലി ഒരു 15-30 മിനിറ്റ് നേരം നിങ്ങൾ പ്രസൻറ്റിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് കൊടുക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ പ്രകൃതിയിൽ ഇറങ്ങി നിന്ന് നടക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒന്ന് മെഡിറ്റേഷൻ ചെയ്യുന്നതായിരിക്കാം, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതായിരിക്കാം. പക്ഷേ അത് നിങ്ങൾ പ്രസൻറ്റിൽ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നായിരിക്കണം. അപ്പോൾ പുറത്തിറങ്ങി നടക്കുന്ന സമയത്ത് നിങ്ങൾ കാഴ്ചകളൊക്കെ കാണുന്നു, മുന്നോട്ട് പോകുന്നു, അപ്പോൾ നിങ്ങൾ പ്രസൻറ്റ് മൊമെൻറ്റിലാണ് അപ്പോൾ ഇരിക്കുന്നത് അല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കണം. അല്ലാതെ ഒരു പാട്ടും കേട്ടിട്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും നടക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചുകൊണ്ടായിരിക്കും നടക്കുന്നുണ്ടാവുക. അങ്ങനെ നിങ്ങൾ അല്ലാതെ ഇരിക്കാൻ, നിങ്ങളിപ്പോൾ പ്രസൻറ്റിൽ ഇരിക്കാൻ വേണ്ടുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ചെയ്യാം. അതായത് ഡിസ്ട്രാക്ഷൻസ് പരമാവധി കുറഞ്ഞിട്ടുള്ള ഒരു മേഖലയിൽ നിങ്ങൾ ഇരിക്കുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോഴാണല്ലോ നിങ്ങൾക്ക് പ്രസൻറ്റ് മൊമെൻറ്റ് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് സമാധാനത്തോടും സ്വസ്ഥതയോടും കൂടിയിട്ട് നമുക്ക് ഇരിക്കാനുള്ള ഒരു ട്രെയിനിങ് കൂടിയാണ് അത്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ, സ്ട്രെസ്സ്, ടെൻഷൻസ്, സങ്കടങ്ങൾ, വിഷമങ്ങൾ, നിരാശകൾ ഇതെല്ലാം ഉണ്ടായിരിക്കും. പക്ഷേ എങ്കിലും കറൻറ്റ് പൊസിഷനിൽ നമുക്ക് സമാധാനത്തോടു കൂടി ഇരിക്കണമെങ്കിൽ ഇതുപോലുള്ള ട്രെയിനിങ് നല്ലതാണ്. അല്ലാതെ എല്ലാ സമയത്തും ധൃതി പിടിച്ച് ഓടിപ്പടഞ്ഞ് നടക്കുന്നൊരവസ്ഥ എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ പറയുന്ന ടെൻഷനും സ്ട്രെസ്സൊക്കെ കൂട്ടിയുള്ളൂ, ഒരിക്കലും കുറയ്ക്കില്ല. 7ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലേൺ ദ ആർട്ട് ഓഫ് ലിസണിങ് ആണ്. പലപ്പോഴും നമുക്ക് അധികം ഇല്ലാത്തൊരു സാധനമാണ് ക്ഷമയോടെ കേട്ടിരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളായാലും ആരാണെങ്കിലും ശരി, അവർ പറയണത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതായത് ആ ബന്ധം നല്ല രീതിയിൽ വളരും, വലുതാവും എന്നുള്ള കാര്യത്തിൽ ഡൗട്ടൊന്നുമില്ല. കാരണം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കേൾക്കാൻ ആളെ കിട്ടുന്നതാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും പഞ്ഞമുള്ള കാര്യം അല്ലേ? അപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല അവർക്ക് പറയാനുള്ള പല കാര്യങ്ങളും നമ്മൾ ഇടയിൽ ഇടപെടുന്നത് മൂലം നമുക്ക് കേൾക്കാൻ പറ്റില്ല, അറിയാൻ പറ്റില്ല. സോ അവരുടെ എല്ലാ വ്യൂ പോയിൻറ്റ്സും നമുക്ക് കിട്ടുന്നതിനും അത് ഗുണം ചെയ്യും. സോ അവരുടെ നിലപാട് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമ്മുടെ ഈ പറയുന്ന സൈലൻസ് അല്ലെങ്കിൽ ലിസണിങ് സ്കില്ലെന്ന് പറയുന്നത് ഗുണം ചെയ്യും. അതേപോലെ തന്നെ അല്ലേ നിങ്ങളുടെ കാര്യത്തിലൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളിപ്പോൾ മറ്റൊരാളടുത്ത് ഒരു കാര്യം പറയുകയാണെങ്കിൽ ആ പറയുന്ന സമയത്ത് അവർ നിങ്ങളുടെ ഈ സംസാരത്തിനകത്ത് ഇൻറ്ററപ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫ്ലോ പോയി. നിങ്ങൾക്ക് പിന്നെ എന്താ പറയേണ്ടത്, എങ്ങനെ പറയേണ്ടത്, നിങ്ങൾ എവിടെ എത്തിയതെന്നുള്ള ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഗുണം എന്താ ചോദിക്കുകയാണെങ്കിൽ ബന്ധം നല്ല രീതിയിൽ വളരും. ആ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നല്ല ആഴമുള്ളൊരു സാധനമായിട്ട് മാറും. അതോടൊപ്പം തന്നെ വേറെ ഗുണം എന്താണ്, നിങ്ങൾക്ക് ക്ഷമ എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഡെവലപ്പ് ആകും. ഒരു തർക്കത്തിലോ ഒരു പ്രശ്നത്തിലോ ഒരു ഡിബേറ്റിലൊക്കെ പോയി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മുടെ ടി വി ചാനൽസിലൊക്കെ കാണാമല്ലേ ന്യൂസ് ചർച്ച, അടിപിടി ബഹളമാണല്ലോ. അതിനകത്ത് ആർക്കും പറയണത് എന്താണെന്ന് തന്നെ മനസ്സിലാവില്ല. കാരണം 10 പേരും കൂടി ഇരുന്നിട്ടായിരിക്കും വർത്തമാനം പറയുന്നത്. ക്ഷമയില്ലല്ലോ. അപ്പോൾ ക്ഷമ എന്ന് പറയുന്ന സാധനം ഡെവലപ്പ് ചെയ്യുന്നതിനും ബന്ധം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിനും ആശയങ്ങൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനൊക്കെ ഒരുപാട് ഗുണം ചെയ്യും. 8ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രാക്ക് യുവർ പ്രോഗ്രസ്, നോട്ട് ഡെയിലി, വീക്കിലി. അതായത് വീക്കിലി നമ്മൾ നോക്കുന്ന സമയത്ത് ഡെയിലി നമ്മുടെ പ്രോഗ്രസ് എന്തായി, നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ, എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പോകുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതിന് പകരം ആഴ്ചയിൽ ഒരു തവണ ചെക്ക് ചെയ്യുക. അപ്പോൾ ഗുണം എന്താണ്, ഡെയിലി നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ നമ്മൾ അറിയാതെ വിടുന്നത് മൂലം ഒരാഴ്ച ആകുമ്പോഴേക്കും നമ്മൾ ക്ഷമയോടെ മുന്നോട്ട് പോകാൻ പഠിച്ചിരിക്കും. അതായത് അന്നത്തെ ദിവസം കൊണ്ട് തന്നെ അതിനൊരു തീർപ്പുണ്ടാക്കുന്നില്ല. ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് അത് നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട് വെക്കുന്നത്. അപ്പോൾ അതുവരെ കൃത്യമായിട്ട് ചെയ്യണം എന്നുള്ളൊരു ചിന്തയും തെറ്റിപ്പോകരുത് എന്നുള്ളൊരു ചിന്തയും ഒക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കും ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളിൽ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ക്ഷമയോടെ നിങ്ങൾക്ക് കാത്തിരിക്കാൻ പറ്റും.
അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ജിമ്മിൽ പോയിട്ട് എക്സസൈസ് ചെയ്യുന്നു, വ്യായാമം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഓരോ ദിവസവും വന്നിട്ട് നിങ്ങൾ കണ്ണാടിന് മുമ്പിൽ നിന്ന് മസിൽ പിടിച്ച് നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ലല്ലോ ഈശ്വര, നിന്ന് കഷ്ടപ്പെട്ടെന്ന് മൊത്തം വെറുതെ ആയല്ലോ എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. അങ്ങനെ ഡെയിലി നിങ്ങൾ ഈ റിസൾട്ട് ചെക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ അനാലിസിസ് കൊണ്ടുവരുന്നതിന് പകരം ഇത്തരം കാര്യങ്ങളിൽ ഒരാഴ്ചയിൽ നിങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ ചെറിയൊരു വ്യത്യാസം നിങ്ങൾക്കിവിടെ കാണുന്നുണ്ട് അല്ലേ, ചെറുത്, വളരെ മൈന്യൂട്ടായിട്ട്. അതെങ്കിലും കാണണമെങ്കിൽ ഒരാഴ്ച നമ്മൾ കാത്തിരിക്കണം. സോ അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഒരാഴ്ചയോ അല്ലെങ്കിൽ 2 ആഴ്ചയോ ഒക്കെ തള്ളി വെച്ചുകൊണ്ട് തന്നെ നമുക്ക് അനലൈസ് ചെയ്യാവുന്നതാണ്. ഡെയിലി അനാലിസിസ് അത്ര നല്ല കാര്യമല്ല ചില കാര്യങ്ങളിൽ. സോ അതുകൊണ്ട് നമുക്ക് ക്ഷമ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഇത്തരം കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 9ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിഷ്വലൈസ് ബിഗ്ഗർ പിക്ചർ. അതായത് നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി ധൃതി വയ്ക്കുന്നുണ്ട്, നിങ്ങൾക്ക് ക്ഷമയില്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം എന്താണ്. ഈ ധൃതി വെച്ചിട്ടുള്ള ഈ പരിപാടി ചെയ്യലാണോ, അതോ അൾട്ടിമേറ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് പരമപ്രധാനമായിട്ട് നിങ്ങൾക്ക് എത്തിച്ചേരേണ്ട അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ നേടിയെടുക്കേണ്ട ആ കാര്യം എന്താണ്, നിങ്ങളുടെ ആ ഒരു ലക്ഷ്യം എന്താണെന്നുള്ളൊരു ചിന്തയാണ് നിങ്ങൾക്ക് വേണ്ടത് അല്ലേ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു വലിയൊരു കാറ് വാങ്ങണം, വിലപിടിപ്പുള്ള ഒരു കാറ് വാങ്ങണമെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി പണം എടുത്തു വെക്കുന്നു. അങ്ങനെ എടുത്ത് വെച്ച് ലോങ് ടൈമിൽ നിങ്ങൾക്കൊരു ഇഷ്ടപ്പെട്ട നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു വാഹനം നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നു കുറേ സമയം നമ്മൾ കാത്തിരുന്നതിന് ശേഷം. സോ അങ്ങനെ കാത്തിരിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്തു, നമ്മൾ പെട്ടെന്ന് റഷ് ചെയ്തിട്ട് ഒരു EMI ഒക്കെ എടുത്തിട്ട് പെട്ടെന്ന് നമ്മൾ വാങ്ങുന്നതിന് പകരം എന്ത് ചെയ്തു, മാക്സിമം പണം നമ്മൾ സമാഹരിച്ചതിന് ശേഷം ഡൗൺ പേയ്മെൻറ്റ് നല്ല രീതിയിൽ കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ വേണമെങ്കിൽ EMIയെക്കുറിച്ച് ചിന്തിക്കുന്നു. എന്നാൽ അതല്ല, നമ്മൾ പെട്ടെന്ന് റഷ് ചെയ്ത് പെട്ടെന്ന് ധൃതി വെച്ച് നമ്മൾ പെട്ടെന്ന് പോയിട്ട് ആ ഒരു ഇമ്പൾസീവായിട്ടുള്ള ഡിസിഷൻ എടുത്തുകൊണ്ട് പെട്ടെന്ന് പോയിട്ട് വലിയൊരു കാറ് മേടിക്കുമ്പോൾ എന്താ കുഴപ്പം, ഡൗൺ പേയ്മെൻറ്റ് വളരെയധികം കുറയുകയും ചെയ്യും. EMIക്ക് അഴകാണ് വാങ്ങിക്കുന്നതെങ്കിൽ പറയാൻ വേണ്ട, നല്ല ഭീകരമായിട്ടുള്ള ഇൻസ്റ്റാൾമെൻ്റ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ ക്ഷമയോടെ നിങ്ങൾ കാത്തിരുന്നത് കൊണ്ട് എന്തുണ്ടായി ഗുണം, നിങ്ങളുടെ EMI കുറഞ്ഞ് കിട്ടിയില്ലേ എന്ന് പറയുന്ന പോലെ തന്നെ ഒരു പെട്ടെന്നുള്ള ഒരു കാര്യം ചിന്തിക്കാണ്ട് ലോങ് ടൈമിലേക്കുള്ള ആ ഒരു കാര്യം നോക്കുക. എന്താണോ നിങ്ങൾക്ക് എത്തിച്ചേരേണ്ട സ്ഥലം, എന്താണോ നിങ്ങൾക്ക് നേടിയെടുക്കേണ്ട കാര്യം, നിങ്ങളുടെ ലക്ഷ്യങ്ങളെ ലോങ് ടൈമിലേക്ക് ഫിക്സ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബിഗ്ഗർ പിക്ചർ മാത്രമായിരിക്കണം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകേണ്ടത്. താൽക്കാലികമായിട്ടുള്ള പെട്ടെന്നുള്ള ആ സാധനമായിരിക്കരുത്, അല്ലെങ്കിൽ ചെറിയ ആ ലക്ഷ്യങ്ങളോ ചെറിയ സ്വപ്നങ്ങളോ ആയിരിക്കരുത്. ഒരു വലിയ സ്വപ്നമായിരിക്കണം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകേണ്ടത്. അപ്പോഴേ നിങ്ങൾക്ക് ക്ഷമയോടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് അതിനു വേണ്ടി പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. കാരണം ചില ദിവസം നമുക്ക് പാളിപ്പോകും. അപ്പോൾ നമ്മൾ ടെമ്പററി ആയിട്ടുള്ള വളരെ ലോക്കലായിട്ടുള്ള സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളുടെയും പുറകെ പോവുകയാണെങ്കിൽ നമ്മൾ അതോടുകൂടി തകരും. എന്നാൽ നമ്മുടെ മുമ്പിൽ ഒരു വലിയ പിക്ചറുണ്ട്, വലിയൊരു ലക്ഷ്യമുണ്ട്, വലിയൊരു സ്വപ്നമുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ പ്രവർത്തിച്ചോളൂ, കുറച്ച് സമയമെടുത്തായാലും. കാരണം എന്താ, അതിനുവേണ്ടി നമ്മൾ മനസ്സുകൊണ്ട് ട്രെയിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ മനസ്സിനെ. കാരണം എന്താ, അതിലേക്ക് എത്തണമെങ്കിൽ ഇങ്ങനെ നമ്മൾ എടുത്തു വെക്കണം. ഒരു കാറ് വാങ്ങണമെങ്കിൽ നമ്മൾ ഓരോ മാസവും ഇത്ര എന്ന് പറഞ്ഞുകൊണ്ട് 4-5 വർഷം കൊണ്ട് എടുത്തു വെച്ചെങ്കിലേ ഒരു കാറ് അല്ലെങ്കിൽ ഒരു വീട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂ. സോ അതിനെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ക്ഷമയോടെ വർക്ക് ചെയ്താലേ പറ്റൂ എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ട്. ആ ഒരു ട്രെയിനിങ് നമ്മുടെ മനസ്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. കിട്ടുന്ന ആൾക്കാർക്ക് അങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ. സോ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക, ഇനി കിട്ടാത്ത ആൾക്കാരെ എന്ത് ചെയ്യുക, ഇതുപോലെ ക്ഷമയോടെ മുന്നോട്ട് പോകാൻ പരിശീലിക്കുക, പ്രാക്ടീസ് ചെയ്യുക സ്വയം. അപ്പോൾ ലാസ്റ്റ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. സോ പെട്ടെന്നുള്ള പരിപാടി നോക്കണ്ട, ഒരു ബിഗ്ഗർ പിക്ചർ നിങ്ങളുടെ മുമ്പിലുണ്ടായിരിക്കണം. അത് മാത്രമേ നിങ്ങളെ ക്ഷമയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ മോട്ടിവേറ്റ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് തരുള്ളൂ. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിവാർഡിനെ കുറിച്ച് ചിന്തിക്കേണ്ട എന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. 10ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നാച്ചുറലി ഡിലേ ആയിട്ടുണ്ടെങ്കിൽ, വൈകിയിട്ടുണ്ടെങ്കിൽ അതിനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണാൻ നിങ്ങൾക്ക് പറ്റണം. അതായത് ഇപ്പോൾ ജീവിതത്തിൽ നിങ്ങൾക്കൊരു പ്രൊജക്റ്റ് ചെയ്ത് തീർക്കണം, പക്ഷേ എങ്ങനെയോ നിങ്ങളുടെ ഭാഗ്യം കൊണ്ട് അതിൻ്റെ ഡെഡ് ലൈൻ എന്ന് പറയുന്നത് നീങ്ങിപ്പോയി. ഇടയ്ക്കൊരു ലീവ് വന്നോ, അല്ലെങ്കിൽ ഒരു ഹോളിഡേ വന്നു, എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഡേ വന്നു, ഒരു ഹർത്താൽ വന്നു, ഇതൊക്കെ വരാൻ ചാൻസ് ഉണ്ടല്ലോ. സോ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ഡേ കൂടി നമുക്ക് എക്സ്ട്രാ കിട്ടി, അല്ലെങ്കിൽ ഒരാഴ്ച കൂടി നമുക്ക് എക്സ്ട്രാ കിട്ടി. ആ എക്സ്ട്രാ കിട്ടിയ സാധനത്തെ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ക്വാളിറ്റിയോട് കൂടിയിട്ട് എങ്ങനെ നമുക്ക് ഈ പ്രൊജക്റ്റിനകത്ത് കൊണ്ടുവരാം എന്നുള്ളത് നോക്കണം. നിങ്ങൾ ചെയ്ത പരിപാടിയുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ അതുകൊണ്ട് നമുക്ക് പറ്റൂല്ല എന്നുള്ളത് നമുക്ക് നോക്കണം. അല്ലാതെ അത് കിട്ടിയത് കൊണ്ട് അടിച്ചു പൊളിച്ച് സുഖമായിട്ട് മുമ്പോട്ട് പോവുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. ഈ പ്രൊജക്റ്റിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കൂടി പറ്റണം, ആ ഒരു ക്വാളിറ്റി ടൈമിന്, അല്ലെങ്കിൽ ആ കിട്ടിയ എക്സ്ട്രാ ടൈമിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ നിങ്ങളുടെ പരിപാടി എന്താണോ അതിൻ്റെ ക്വാളിറ്റി ഡെവലപ്പ് ആവും. നിങ്ങൾ എന്താ ഇപ്പോൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ ആ റിസർച്ചിനകത്ത് കൂടുതൽ ഇൻപുട്ടുകൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. സോ അതിൻ്റെ റിസൾട്ടും വലുതായിരിക്കും, മികച്ചതായിരിക്കും. പറഞ്ഞു വരുന്നത് ഇപ്പോൾ കുറച്ച് വൈകിപ്പോയി. അപ്പോൾ എക്സാം ഇപ്പോൾ നമുക്ക് ഡിസംബർ ഇപ്പോൾ 25-ന് ഫിക്സ് ചെയ്തു എന്ന് കൂട്ടുക, പെട്ടെന്ന് എന്ത് ചെയ്തു, അത് ജനുവരി 10-ാം തീയതിക്ക് മാറ്റി. തേങ്ങ എക്സാം ഒന്ന് പെട്ടെന്ന് തീർന്ന് കിട്ടിയിരുന്നെങ്കിൽ സമാധാനം ഉണ്ടായിരുന്നു.
എന്ന് ചിന്തിക്കാണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ 10-ാം തീയതി വരെയൊക്കെയുള്ള സമയമുണ്ടല്ലോ, അതിൽ നമുക്ക് കൂടുതൽ പഠിക്കാൻ പറ്റുമോ എന്നല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. പക്ഷേ ചില ആൾക്കാർ അങ്ങനെയല്ല, ഇതൊന്നും തീർന്നു കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് തലവേദന ഒന്ന് ഒഴിവാക്കായിരുന്നു, അത് ആ ഭാരം ഒന്ന് ഇറക്കി വെക്കായിരുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ട് കുറേ പേര്. അങ്ങനെ ആകാതെ കിട്ടിയ ആ ഒരു സമയത്തെ ക്ഷമയോടെ അതൊരു അവസരമാക്കി ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറ്റാൻ നിങ്ങൾ ശ്രമിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെയാണ് ക്ഷമ എന്ന് പറയുന്ന സാധനം ഡെവലപ്പ് ആവുന്നതും അതിൻ്റെ ക്വാളിറ്റിയൊക്കെ നമ്മൾ സ്വയം തിരിച്ചറിയുന്നതും. സോ ക്ഷമ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അങ്ങനെ പല കാര്യങ്ങളും നേടിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റട്ടെ.